ഇരിക്കടാ ഇരിക്കും. അച്ഛാ, സംഗതി സക്സസ്. അവൾ സമ്മതിച്ച സൂത്രത്തെ സമ്മതിപ്പിച്ചു. അടിപൊളി. എനിക്ക് കാര്യം മനസ്സിലായി. പെട്ടെന്ന് തന്നെ നമുക്കൊരു കൗൺസിലിങ്ങിന് പോവാം. അതെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞോളാം. ഞാനും വരാം. ആ. എല്ലാം ഒന്ന് ശരിയായാ മതി. ഞാൻ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ അന്വേഷിച്ചിട്ട് പറയാം. ശരി. ഓക്കേടാ, പൊളിച്ചിട്ട്. താങ്ക് യുടാ, താങ്ക് യു. മിസ് വേൾഡ് കുഴിയൊക്കെ കഴിഞ്ഞോ? മാറിക്കേ. അമ്മ ചെയ്തുതരാം. നീ എന്തെങ്കിലും ആലോചിക്കുന്നത്? എന്ത് കുറ്റം പറയണമെന്ന് ആലോചിക്കുമായിരിക്കും. മുഷിഞ്ഞ ടവലാണെന്ന് പറയാൻ പറ്റത്തില്ല. മുഖം അടച്ച് തുടക്കല്ലേന്നും പറയാൻ പറ്റുന്നില്ല. ഇറക്കി അമർത്തി തുടക്കല്ലേന്ന് പറയാനും വകുപ്പില്ല. ഇനി ഞാൻ എങ്ങനെ ഷണ്ട കൂടും മല്ലയ്യാ? മതി മതി. രണ്ടാളുടെ ഷൂസ് ഞാൻ പുറത്തു വെച്ചിട്ടുണ്ട്. യൂണിഫോം അയൺ ചെയ്ത് വെച്ചു. വേറെ റെഡി ആവട്ടോ. അച്ചടാ, ഇവിടെ നിന്റെ പണി പാളിയല്ലേ? ചുളിവില്ലാതെ യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പെറ്റിക്കോട്ട് കണ്ടില്ല, എന്റെ ജട്ടി കണ്ടില്ല എന്നൊന്നും പറഞ്ഞ് കാറേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ സോക്സും ഷൂസും എല്ലാം സെറ്റ്. പണി പാളി മോളെ. ഉള്ളതൊക്കെ എടുത്തിട്ട് ഒരുങ്ങി വാ. അമ്മ ഇട്ടുതരാം. മിടിക്ക്. ഇന്നാ നിന്റെ ബാഗ്. ഇതാ ലഞ്ചിന് മുട്ടത്താറിനുണ്ട്. പൈനാപ്പിൾ പുളിശ്ശേരി കിണ്ണത്തി വെച്ചിട്ടുണ്ട്. കണ്ണിമാങ്ങ അച്ചാറും പിന്നെ ക്യാരറ്റും കുക്കുംബറും സ്ലൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. മുഴുവൻ കഴിച്ചോണം കേട്ടോ. കൊതിപ്പിച്ച് ഇപ്പൊ തന്നെ തീറ്റിക്കോ അമ്മ. നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ടേ അമ്മയ്ക്ക് എന്തുള്ളൂ. ഇതിന്റെ ജനുവിറ്റി ഞാനെന്ന് കാര്യമായിട്ട് പരിശോധിക്കും. ഓ, അവളുടെ ഒരു പത്രാസ്. എന്നാ നിങ്ങൾ ഇറങ്ങട്ടെ. സൂക്ഷിച്ചു പോണേ. അച്ഛമ്മേ, ഞങ്ങൾ ഇറങ്ങി പോയിട്ട് വാ. അച്ഛാ, വാർത്ത ഫുൾ അച്ഛൻ പഠിക്കണം. എന്താ ഇന്ന് ചാനൽ ചർച്ച. ശരി. മേരി ഇറങ്ങാം. ഇറങ്ങാം. ഇപ്പൊ ഇറങ്ങാം. ശരി ടീച്ചർ. മോനെ, ഞങ്ങൾ പോയിട്ട് വരട്ടെ. റീജോയിനിങ് ഫോർമാലിറ്റീസ് ഒക്കെ ക്ലിയർ അല്ലേ ടീച്ചർ? അതെ, എന്തൊക്കെയോ ക്ലാരിഫിക്കേഷന് വേണ്ടിട്ടാ. ഡിഒയെ ഒന്ന് കാണണം. പോട്ടെ മോനെ. മോളെ, ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോണേ. അത് പറയണോ ടീച്ചർ? ശരി ശരി ശരി. സൂക്ഷിച്ചു പോയിട്ട്. അമ്മയുടെ കൂടെയാ യാത്ര. മേരിക്കുട്ടി ടീച്ചർ ബസ്സിലൊക്കെ കയറിയിട്ട് കാലം കുറച്ചായില്ലേ? അതെ, അമ്മയുടെ യാത്രയൊക്കെ സ്ഥിരം എന്റെ കൂടെ അല്ലേ. ബസ്സിൽ കയറുന്ന പരിപാടി തന്നെ അമ്മ മറന്നുപോയിട്ടുണ്ടാവും. അപ്പൊ രണ്ടാൾക്കും അടിക്കുള്ള സ്കോപ്പായി. നമ്മൾ ആരുമില്ലാത്ത ഒരു ക്വാളിറ്റി ടൈം അവർക്ക് കിട്ടിക്കോട്ടെ എന്നാ ഞാനും കരുതിയത്. രണ്ടാളും ശരിക്കും ഇപ്പൊ കലങ്ങിയ കടല് പോലെയാ. മെല്ലെ തെളിയട്ടെ. അവരെന്താണേലും മനസ്സ് തുറന്ന് സംസാരിക്കട്ടെ. അതെ, അവര് ശരിയായ തീരുമാനങ്ങളിൽ എത്തട്ടെ. എല്ലാ മോശ അനുഭവങ്ങൾക്കും ഒടുവിൽ ജീവിതം നമുക്കൊരു ബോണസ് തരും. അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. എടി, നമ്മുടെ മോഹങ്ങൾക്ക് ഒരു സത്യം ഉണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞത് പിന്നെയും വരും. നമുക്ക് നോക്കാം. എത്തിയിട്ട് അവരോട് സംസാരിച്ചു നോക്കാം. അതെ, വാ. എടി സരസു, നീ പറഞ്ഞതുപോലെ ബസ്സിലൊന്നും കയറി എനിക്ക് സിറ്റിയിലോട്ട് വരാൻ പറ്റത്തില്ല. എത്ര കാലമായിരുന്നു ഞാൻ ബസ് കയറിയിട്ട്. ഇടയ്ക്കൊന്ന് ബസ്സിലൊക്കെ കയറണ്ടേ? എനിക്കൊന്നും വയ്യ. നീ ഒരു ടാക്സി വിളിക്ക. കാശൊക്കെ ഞാൻ കൊടുത്തോളാം. അതെന്താ, ഞാൻ കൊടുത്ത ആള് വാങ്ങൂലേ? എപ്പോഴും ബസ്സുള്ളതുകൊണ്ടാ ഞാൻ ബസ്സിൽ പോവാന്ന് പറഞ്ഞത്. എനിക്കിപ്പോ ബസ്സിലൊന്നും കയറാൻ പറ്റില്ല. അതാ. മനസ്സിലായി. ടാക്സി പിടിക്കാം. ആദ്യം ഒരു വെടി പോയക്ക് ശേഷമുള്ള ശാന്തത അല്ലേ? അതെ, പക്ഷെ ഇപ്പൊ എനിക്ക് സമാധാനിക്കാൻ പേടിയാ. എല്ലാം ഒന്ന് ശാന്തമായെന്ന് കരുതുമ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത അടുത്തൊരു പ്രശ്നം എത്തുക. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. സന്തോഷിന് ഇപ്പൊ എങ്ങനെയുണ്ട്? സന്തോഷേട്ടനെ തട്ടിക്കൊണ്ടുപോയത് അന്നത്തെ ഇൻസിഡൻസും ഒക്കെ ആളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ജോണേട്ടനെ ഷൂട്ട് ചെയ്തു. ജോണേട്ടൻ മരിച്ചു എന്നൊക്കെ ആള് കരുതുന്നുണ്ട്. അതിന്റെ ഭയവും വിഷമവും ഒക്കെ ഉണ്ട്. ജോണേട്ടന് സുഖമായിട്ട് ഒന്ന് പോയി കണ്ട ആൾക്കതൊരു ആശ്വാസവും. കാണാം. ഇപ്പോ സന്തോഷിനൊപ്പം നിൽക്കാനുള്ള വീണയുടെ തീരുമാനം സത്യത്തിൽ ഗ്രേറ്റ് ആണ്. ഇന്നത്തെ കാലത്ത് എന്തും ഉപേക്ഷിച്ച് കളയാനുള്ള മനസ്സ് എല്ലാവർക്കും ഉണ്ട്. എന്നിട്ടും മനസ്സ് വിഷമിപ്പിച്ച ഒരാളെ അയാള് വീണ് പോയപ്പോ ചേർത്ത് പിടിച്ച് മുറിവുണക്കാനും കൂടെ നിൽക്കാനും വലിയൊരു മനസ്സ് വേണം. അത് വീണയ്ക്കുണ്ട്. അങ്ങനെയൊക്കെ പറയാനുണ്ടോന്ന് എനിക്കറിയില്ല ജോൺ. എന്റെ മനസ്സ് പറയുന്ന ശരികൾ ഞാൻ ചെയ്യുന്നു. അതെല്ലാവർക്കും ദഹിക്കണം എന്നില്ല. മൊത്തത്തിലുണ്ടായ ഒരു പ്രശ്നം ഭാര്യ എന്ന നിലയിലോ കാമുക എന്ന നിലയിലോ ആരെങ്കിലും ഇനി സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമാണ്. ആ വിധത്തില് ഒരു ഭയം ഉള്ളിലുണ്ടാക്കാൻ പറ്റി കഴിഞ്ഞ ബന്ധത്തിന് ഇനി ഇങ്ങനെ അങ്ങ് പോണം തോന്നും പലപ്പോഴും. ഞാനും ഇപ്പോ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പോക്കിലാണ്. വരാനുള്ളത് വരട്ടെ. ഇടയ്ക്ക് നമ്മിലേക്ക് വന്നതിനെ വീണയുടെ പേര് പറഞ്ഞ് ഒഴിവാക്കി. ഇപ്പോ ഒഴിവാക്കിയ ആളുടെ പൊള്ളല് ഞാൻ അറിയുന്നുണ്ട്. കനിയാണോ ജോണേട്ടൻ പറഞ്ഞ ആ ഒഴിവാക്കിയ ആൾ? ആരാന്ന് ഒരിക്കലും പറയില്ലെന്ന് ഒരു വാക്കുണ്ട്. ജോണേട്ടന്റെ കാര്യം എന്നോട് പറയുന്നത് കല്ലുവാണ്. കല്ലുവിനോട് അക്കാര്യം പറഞ്ഞത് ആരാന്ന് കല്ലു ഹൈഡ് ചെയ്തു. കനി യുഎസിന് പോകും മുമ്പേ കല്ലൂനെ രഹസ്യമായി കണ്ടുവെന്ന് എനിക്കറിയാം. കനി ജോണേട്ടന്റെ കാര്യം പറഞ്ഞതിൽ തമാശയ്ക്കപ്പുറം ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് എപ്പോഴോ തോന്നിയിരുന്നു. എനിക്കൊന്നും കമന്റ് ചെയ്യാനാവില്ല. പ്രോമിസ് ബ്രേക്ക് ചെയ്യാൻ പാടില്ലല്ലോ. ജോണേട്ടൻ പ്രോമിസ് ബ്രേക്ക് ചെയ്യണം. പക്ഷെ എനിക്കറിയാം നമ്മൾ ചിലപ്പോ നമ്മിലേക്ക് വന്ന സ്നേഹത്തേക്ക് ഒഴിവാക്കി നമ്മുടെ ഉള്ളിലെ ഒരു സ്നേഹത്തിന് പിന്നാലെ പോകും. അതും കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ. ഞാൻ പലരോടും നീതികേട് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ജോണേട്ടനെ ഞാൻ വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ചിലപ്പോ മനസ്സ് പറയും നിനക്കതിന് യോഗ്യതയില്ല. ജോണിനെ പോലെ ഒരാളെ നീ അറിയിക്കുന്നില്ല. അതുകൊണ്ട് ജോണേട്ടൻ വരാൻ പോകുന്ന നല്ലതുകളെ കാക്കപ്പൊന്നു കണ്ട് ഒഴിവാക്കണ്ട. വീണയ്ക്ക് എന്തും തീരുമാനിക്കാം. ഇത്രയും കാലം ഒരു പ്രതീക്ഷയില്ലാതെ കാത്തിരുന്നതല്ലേ ഞാൻ. ഇനി ഒരു പ്രതീക്ഷയില്ലാതെ കടന്നുപോയ കാലത്തിനെ പറ്റിയുള്ള അവലോകന ക്ലാസ് ഒന്നും അല്ല വീണ. ഈ നിമിഷത്തിന്റെ ശ്വാസത്തിൽ അടുത്ത നിമിഷം ജീവിക്കുക. അതൊരു സാധ്യതയാണ്. എങ്ങനെയുണ്ട്?
കുഴപ്പമില്ല ഡോക്ടർ. സാവധാനം ബ്രീത്ത് എടുത്തു. ആ ചേട്ടാ നമുക്ക് പോവാം. ഇതാരാ വരുന്ന നോക്കി. എന്നാലും നടേശ, പോലീസ് പറഞ്ഞ കള്ളക്കഥയും കേട്ട് വിശ്വസിച്ചു. നീ എനിക്ക് ജാമ്യം പോലും എടുക്കാതെ പോയി കളഞ്ഞല്ലോ നടേശ. സന്തോഷിനെ പ്രശ്നത്തിലാക്കിയ ആ പ്ലാനില് മോഹന് വലം കൈയായി നിന്നത് അളിയനാന്നാ പോലീസ് പറഞ്ഞത്. അവന്മാർക്ക് ഇതുവരെ മോഹനെ പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്തൊക്കെയോ കഥ പറയുകയാണ് നടേശ. ഒന്നും ഉള്ളതല്ല. സത്യത്തിൽ എന്നെയും ഈ മോഹൻ തട്ടിക്കൊണ്ടു പോയതാ. അളിയൻ എന്തിനാ തട്ടിക്കൊണ്ടുപോയത്? അയാളുടെ അടുത്ത ഓപ്പറേഷന്റെ ഇരയായിരുന്നു ഞാൻ. എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പലതിനും അവർക്കൊപ്പം എന്നെയും കൂട്ടി. അല്ലാതെ സന്തോഷിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. അപ്പൊ സന്തോഷ് പറയുന്നതോ? ചുക്കും ചുണ്ണാമ്പും അറിയാത്ത സന്തോഷ് പറയുന്നതാണല്ലേ വിശ്വാസം. നിങ്ങൾ നിരപരാധിയാണെങ്കിലേ പിന്നെന്തിനാ പോലീസ് വന്നപ്പോ സന്തോഷിനെ അവിടെ ഇട്ടിട്ട് ആ മോഹന്റെ കൂടെ ഓടിയത്? ചുമ്മാ സംശയം പറയാനാണ്. ഇതുപോലെ 100 ന്യായങ്ങൾ ഞാൻ അങ്ങോട്ടും പറയാൻ നടേശ. പോലീസിനോട് സരസ്വതി ടീച്ചർ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് അണ്ണൻ അറിഞ്ഞില്ലേ? സത്യമല്ലാത്ത ആ സ്ത്രീ പറയുന്നതൊന്നും നീ വിശ്വസിക്കല്ലേ മണി. കാര്യം അറിയാതെ നീ എന്നെ വെറുക്കല്ലേ മണി. കാര്യം അറിഞ്ഞ് തന്നെയാണ് മണി നിൽക്കുന്നത്. എന്റെ കുഞ്ഞുട്ടനെ അപകടത്തിൽപ്പെടുത്താൻ അണ്ണൻ കൂടെ നിൽക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. വിശ്വസിച്ച് കൂടെ നിർത്തിയ എന്റെ കുടുംബത്തിനോട് അണ്ണൻ ചതിയാ കാണിച്ചത്. ശങ്കരൻ ആരെയും ചതിക്കൂല മണി. അങ്ങനെ തന്നെ ഞാനും കരുതിയിരുന്നത്. പിള്ളേരെ പാത്ത് അണ്ണനെ വിളിക്കുന്ന ആ പേര് തന്നെയാ ശരി, എടങ്കോല്. മണി, എനിക്ക് ഒന്നും കേൾക്കണ്ട, വാ ചേട്ടാ. എനിക്ക് മനസ്സ നീ മാപ്പ് തരണം. ഇനി എന്റെ മോനെ ഉപേക്ഷിക്കില്ലേ മോളെ? അവരത് താങ്ങത്തില്ല.